കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട KSU നേതാവിനെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം. കല്യാണ വീട്ടിലായിരുന്ന KSU നേതാവ് ഹരികൃഷ്ണനെയാണ് വധശ്രമ കേസിൽ ഒന്നാം പ്രതിയാക്കിയതെന്ന് KSU ആരോപിച്ചു. സംഘർഷ സമയം സർവകലാശാലയിൽ ഹരികൃഷ്ണൻ ഉണ്ട് എന്ന് തെളിയിച്ചാൽ പോലീസിന് 1 ലക്ഷം രൂപ നൽകുമെന്നും KSU വെല്ലുവിളിക്കുന്നുണ്ട്. ആ സ്ഥലത്തില്ലാത്ത KSUയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പാലാടിൻ്റെ പേരിൽ കേസെടുക്കുകയാണ്. ഹരികൃഷ്ണൻ ആ സംഘർഷം നടക്കുന്നത് ഏകദേശം 1 മണിക്കാണ്. പക്ഷേ ഹരികൃഷ്ണൻ ആ യൂണിവേഴ്സിറ്റിൻ്റെ അകത്തേക്ക് വന്നത് 4 മണിക്കാണ് കടന്നു വന്നത്. പക്ഷേ എന്ത് അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തു പോയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങളാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പ്രഖ്യാപനം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഞങ്ങൾ തെളിവ് അങ്ങോട്ട് കാണിക്കാം. ഹരികൃഷ്ണൻ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ടുള്ളത്. അതിന് കൃത്യമായ ഫോട്ടോസും വീഡിയോസും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ കാണിക്കാം. അല്ലെങ്കിൽ നേരെ മറിച്ച് സിറ്റി പോലീസ് കമ്മീഷണറോ അല്ലെങ്കിൽ പോലീസ് അധികാരികളോ ഹരികൃഷ്ണൻ അവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ ഞങ്ങൾ 1 ലക്ഷം രൂപ പോലീസിന് കൊടുക്കാൻ തയ്യാറാണ്. CPMൻ്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷിൻ്റെ നിർദ്ദേശപ്രകാരം CPMൻ്റെ നിർദ്ദേശപ്രകാരം പോലീസ് എടുത്ത കേസാണ്. കാരണം ഇത് KSUവിൻ്റെ അവർ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് KSU നേതാക്കന്മാരുണ്ട് ജില്ലയിൽ. അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ പോലീസിൻ്റെ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജയിലിലടക്കേണ്ട ഒരു നീക്കമാണ്, ഒരു സംശയമാണിത്. കൂടുതൽ വിവരങ്ങളുമായി ഫെലിക്സ് ചേർന്നുണ്ട്. ഫെലിക്സ്, KSUവിന്റെ ഭാഗത്തു നിന്നൊരു വെല്ലുവിളി ഉണ്ടാകുമ്പോൾ അത്രമാത്രം അവർ കോൺഫിഡന്റ് ആണ്. ഈ നേതാവിനെതിരെ കേസെടുത്തതിൽ വലിയൊരു പ്രതിഷേധവും ഉയരുന്നുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷം നടന്നത്. ഒരു വശത്ത് SFIയും മറുവശത്ത് MSF KSU പ്രവർത്തകരുമാണ് ഉണ്ടായിരുന്നത്. ഈ സംഭവത്തിൽ 24 UDSF പ്രവർത്തകർക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തി ഇന്നലെയാണ് പോലീസ് കേസെടുത്തത്. അതിൽ 1-ാം പ്രതിയാണ് KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ ഹരികൃഷ്ണൻ പാലാട്. ഈ ഹരികൃഷ്ണൻ ഈ സമയത്ത് ഈ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് KSU വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കണ്ണൂരിൽ നിന്നും 43 കിലോമീറ്റർ അകലെ കോളയാട് എന്ന സ്ഥലത്ത് ഒരു വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അയാൾക്കെതിരെയാണ് 1-ാം പ്രതിയാക്കി വധശ്രമ കുറ്റം പോലുള്ള ഗുരുതര വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നതാണ് KSUവിൻ്റെ വാദം. അതുകൊണ്ട് KSU ഇപ്പോൾ വ്യക്തമാക്കുന്നത്, ഈ ഹരികൃഷ്ണൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഈ അക്രമം നടക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് എന്ന് പോലീസ് തെളിയിച്ചാൽ പോലീസിന് 1 ലക്ഷം രൂപ നൽകുമെന്നതാണ്. അതിന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ് KSUവിൻ്റെ വെല്ലുവിളി. ഈ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് KSU പറയുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ട് എന്ന് തെളിയിക്കണം. ഇതൊരു കള്ളക്കേസാണ് എന്നും KSU വ്യക്തമാക്കുന്നുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായി. ഇതിൽ SFI പ്രവർത്തകർക്കെതിരെ വധശ്രമക്കുറ്റം ചുമത്തിയിട്ടില്ല. KSUവും MSF പ്രവർത്തകർക്കെതിരെ മാത്രം വധശ്രമക്കുറ്റം ചുമത്തുന്നു. അതുകൊണ്ട് ഇതിൽ പക്ഷപാതിത്വപരമായി പോലീസ് പെരുമാറുന്നു. അതുകൊണ്ടൊരു വെല്ലുവിളിയാണ്. അതായത് 1 ലക്ഷം രൂപ തങ്ങൾ നൽകാൻ തയ്യാറാണ്. ഒരു CCTV ദൃശ്യമെങ്കിലും പോലീസ് കാണിക്കണം, യൂണിവേഴ്സിറ്റിയിൽ ഈ നേതാവ് ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവായി. KSU ഏതായാലും ഈ സമയത്ത് ഇയാൾ ഇവിടെ ഇല്ല എന്നതിൻ്റെ ഒരു ഫോട്ടോ, കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടിട്ടുണ്ട്. കൂടുതൽ CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവിടാനാണ് KSUവിന്റെ തീരുമാനം. അങ്ങനെ എന്തായാലും പോലീസിന് ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് KSU. വിവാഹ വേദിയിൽ ഉണ്ടായിരുന്ന ആളാണ് 1-ാം പ്രതിയായിട്ട് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ വലിയ രീതിയിലൊരു പ്രതിഷേധമാണ് KSUവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തെളിയിച്ചാൽ 1 ലക്ഷം രൂപ പോലീസിന് നൽകാമെന്നും പറയുന്നുണ്ട് പ്രവർത്തകർ.